അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ പായസമാണ്. ഈന്തപ്പഴവും ചവ്വരിയും വെച്ചിട്ടുള്ള ഒരു പായസം. ചവ്വരി എന്ന് പറയും, അതുപോലെ സാബുനരി എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പായസം ഉണ്ടാക്കാനായിട്ട് 25 ഡേറ്റ്സ് കുരുകളഞ്ഞ് 250 ml കപ്പിന് ഒരു കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് 15 മിനിറ്റ് സോഫ്റ്റ് ആവാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് 6 ടേബിൾ സ്പൂൺ ചവ്വരിയാണ്. ചവ്വരി ഞാൻ നന്നായിട്ട് കഴുകി കുറച്ചധികം വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്ത ശേഷം അതിലേക്ക് കുറച്ചധികം പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിലെ കൊഴുപ്പെല്ലാം കളഞ്ഞെടുത്ത് വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുള്ള ചവ്വരിയാണ്. മധുരത്തിന് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡുമാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ കുറച്ച് മതി, കാരണം ഡേറ്റ്സ് അത്യാവശ്യം നല്ല മധുരമുള്ളതാണ്, അതുകൊണ്ട് അധികം ചേർക്കണ്ട. പിന്നെ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ലാസ്റ്റിലേക്കായിട്ട് കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ഡേറ്റ്സ് കട്ട് ചെയ്തതും വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ വേണം. നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ 2 ഏലക്കായ ചതച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഡേറ്റ്സ് ഒന്ന് മിക്സിയിലൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ മുഴുവൻ ഡേറ്റ്സും അതിൽ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഈന്തപ്പഴം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈന്തപ്പഴം അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് നെയ്യിലൊന്ന് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കണം. ഈന്തപ്പഴം അരച്ചത് ഞാൻ 6 മിനിറ്റ് നെയ്യിൽ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ചവ്വരി വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കട്ടൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഈന്തപ്പഴത്തിൻ്റെ കൂടെ അങ്ങോട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നല്ലോണം മിക്സാക്കിയിട്ട് വഴറ്റിയെടുക്കണം. ചവ്വരി ഈന്തപ്പഴം ഒന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് മുഴുവൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലൊഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി പാലൊന്ന് തിളച്ച് വരണം. പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം. ഒരുപാട് അങ്ങോട്ട് വറ്റിച്ചെടുക്കരുത്, കാരണം പായസം ഇരിക്കും തോറും നന്നായിട്ട് കുറുകി വരും. ഇനി ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ച ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ 1 നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി നമ്മുടെ പായസത്തിന്. ഒരുപാട് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് കട്ടിയായി പോവും. ഇനി പായസത്തിൻ്റെ മേലേക്കൊന്ന് അണ്ടിപ്പരിപ്പ് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഡേറ്റ്സ് കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാം. ഡേറ്റ്സും കൂടെ ഇട്ട ശേഷം നെയ്യിലൊന്ന് വറുത്തെടുക്കണം രണ്ടും കൂടെ. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യിൽ വറുത്തതെല്ലാം ഞാൻ പായസത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും നന്നായിട്ട് കട്ടിയായിട്ട് വരും, അതുകൊണ്ടാണ് ഞാൻ ചവ്വരിയും ഡേറ്റ്സൊക്കെ അധികം ചേർക്കാതെ ഇരുന്നത്. ഇനി ഒരുപാട് കട്ടി വേണമെന്നുണ്ടെങ്കിൽ ചവ്വരിയുടെ അളവും ഡേറ്റ്സിൻ്റെ അളവും കൂട്ടി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പായസം ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനത്തെ ഈ പായസം, കാരണം ഇതിൽ ചവ്വരിയൊക്കെ ചേർത്ത കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചവ്വരി നമ്മളെപ്പോഴും വേവിച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ആ കൊഴുപ്പ് മാറ്റണം. കൊഴുപ്പ് മാറ്റിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം പായസത്തിൽ. ഞാനിത് ഒഴിച്ച ശേഷം അതിൻ്റെ മേലേക്ക് കുറച്ച് കാഷ്യൂ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് പായസം. ഒന്ന് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.